ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ മന്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ പീസിൻ്റെ വലിപ്പമൊന്നും കണ്ടിട്ട് എന്ത് മന്തി എന്നൊന്നും ചിന്തിക്കണ്ട കേട്ടോ. ചിക്കൻ്റെ വലിപ്പത്തിൽ നമുക്കൊരു കാര്യമില്ല. ഇപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നല്ല മസാലയോട് കൂടിയിട്ടുള്ള ഒരു മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ മന്തി കഴിക്കാൻ ഒരു ആഗ്രഹം വന്നുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഇല്ല പീസ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കനെ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഈ കാണുന്നതെല്ലാം ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അത് ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു മുക്കാൽ ഭാഗം ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളി, അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, കുരുമുളക്, 2 മാഗി ക്യൂബ്, പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര്, ഒരു ഫുൾ ചെറുനാരങ്ങൻ്റെ നീര് എല്ലാം കൂടി നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതും മറക്കാണ്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പേസ്റ്റ് ഓൾറെഡി ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ അത് ചേർത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അരച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇടുമ്പം തന്നെ ഫുള്ളായതുകൊണ്ട് ഞാൻ ഇത് 2 പ്രാവശ്യമായിട്ട് വന്നിട്ട് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ ജാറുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് അരച്ചെടുത്താൽ മതി. എല്ലാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മാഗി ക്യൂബ് 2 ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലില്ല അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ലോണം നമുക്ക് അരച്ചെടുത്തിട്ട് നമ്മൾ ചിക്കനിലേക്ക് നല്ലോണം മസാല ചേർത്തെടുപ്പിക്കുക. ഇത് നമ്മളെ ഒതൻറ്റിക് മന്തിയൊന്നുമല്ല കേട്ടോ. ഇത് നമ്മളെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലൊരു ടൈപ്പ് മന്തിയാണ് കേട്ടോ. നല്ല മസാലയോട് കൂടിയിട്ടില്ല മന്തി. എനിക്ക് ഈ ഒരു ടൈപ്പ് മന്തിയാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് മസാലയൊന്നും ഇല്ലാണ്ട് ആ ഒരു മന്തി ഇഷ്ടമല്ല. നല്ല മസാല ആയിട്ടില്ല മന്തി തന്നെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പം നമ്മളെല്ലാം അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യുക, നമ്മളെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏയിലാണോ ചിക്കനിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു പാനിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറേ പാത്രങ്ങളായിട്ട് ഇങ്ങനെ ഇതാക്കണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല കളറ് വേണമെങ്കിൽ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം നമ്മുടെ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അടുത്ത നമ്മളെ മസാല കൂട്ടായിട്ട് 1 ക്യാപ്സിക്കം ഫുള്ളും, അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, കുറച്ച് കുരുമുളക്, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനത്തെ സ്പൈസസും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലോണം കൈയോടെ തന്നെ നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. എന്നാലേ നമ്മളെ ക്യാപ്സിക്കും എല്ലാം നല്ലോണം മിക്സായി കിട്ടും. അപ്പോൾ നമ്മളെല്ലാ മിക്സുകളും നല്ലോണം എന്ത് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കാൻ. എനിക്കിതിൽ ആവശ്യമായിട്ട് വരുന്നില്ല, കാരണം 2 മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എന്നിട്ട് ചെയ്യുന്നത്. ഓവർ ക്വാണ്ടിറ്റിയൊന്നും ചിക്കൻ എടുത്തിട്ടില്ല. നമ്മൾ കുറച്ച് ആളെയില്ലോണ്ട് കുറച്ച് ക്വാണ്ടിറ്റി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് അധികമായിട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് ചെയ്യണമെങ്കിൽ എല്ലാം കുറച്ചധികം തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം ചിക്കനെല്ലാം ഒന്ന് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ നേരത്തെ ഓയിൽ ഒഴിക്കാൻ പറഞ്ഞില്ല കേട്ടോ. സൺഫ്ലവർ ഓയിൽ അതൊരു 1/4 to 1 കപ്പ് പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ യൂഷ്വലി ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കൽ. ഇപ്പം ബട്ടർ ഇല്ലാത്തതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ചേർത്തിന്ന് മാത്രം. ബട്ടറിലാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ചിക്കനിലും നല്ല ടേസ്റ്റ് ബട്ടറിലാണ് കേട്ടോ. നിങ്ങൾക്ക് ബട്ടർ ഉണ്ടെങ്കിൽ എന്തായാലും അതിനെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ റെഡ് ഫുഡ് കളർ ചേർത്താൽ നല്ല ശരിക്കും നമ്മളെ ഹോട്ടലിൽ കിട്ടുന്ന ആ ഒരു ചിക്കൻ്റെ കളറായിട്ട് തന്നെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ചിക്കൻ്റെ പീസ് നല്ല വലുപ്പത്തിൽ ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല കാണാനും നല്ല ഭംഗിയുണ്ടാവും, ടേസ്റ്റും അതുപോലെ തന്നെ. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി ഇതൊന്നും നമുക്ക് ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ. ആദ്യം ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിക്കനിൽ നല്ലോണം വെള്ളലും വന്നിട്ടുണ്ട്. ഇനി ഇത് ചിക്കനിലെ വെള്ളം കുറച്ചൊന്ന് വെറ്റിച്ചിട്ട് നമ്മൾ ഈ ചിക്കനൊന്ന് ജസ്റ്റ് ഒന്ന് കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വേണം നിർബന്ധമില്ല, ഇടയ്ക്ക് മാത്രമേ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കലുള്ളൂ. ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് പൊരിച്ചെടുക്കണമെന്ന് മാത്രം. നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ ആയാലും ഫ്രൈ ചെയ്യാണ്ട് അങ്ങനെയും വെക്കാം. വേണമെങ്കിൽ എയർ ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. ചിക്കൻ ഡയറക്റ്റ് മസാലയിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടാണ് ഞാൻ ഈ ഓയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു ടൈപ്പിൽ വേറൊരു മസാല ഉണ്ടാക്കിയിട്ട് അതിൽ ടിപ്പ് ചെയ്തിട്ട് അങ്ങനെ പൊരിച്ചെടുക്കേണ്ട, അത് വേറൊരു ടൈപ്പ് മന്തി. അങ്ങനെ ഒരുപാട് തരത്തിൽ ഞാൻ മന്തി ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇത് ഒരു ടൈപ്പ് മന്തിൻ്റെ റെസിപ്പിന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കനിലൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല കളറാകുന്നതിൽ ഒന്നപ്പുറം ഇപ്പുറം ഒന്ന് ഇട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈം കൊണ്ട് തന്നെ ഞാൻ അരിയൊന്ന് വേവിക്കാം. ബസ്മതി റൈസ് ഇല്ലേ, നമ്മളെ ഇന്ത്യൻ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ലോണം ഒരു 3/4 വേവാകും തന്നെ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ റൈസിനി നമ്മുടെ നേരത്തെ മസാലയില്ലേ, നേരത്തെ ആ ഗ്രേവി ചിക്കനെല്ലാം വേവിച്ച ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓവർ ഗ്രേവി വേണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചാൽ ചോറും കൂടി ഇട്ട് കൊടുക്കുക. ഇനി എല്ലും കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എനിക്കിങ്ങനെ നല്ലോണം മസാലയുള്ള ടൈപ്പ് മന്തി എന്നിട്ട് ഇഷ്ടം. ഇത് നിങ്ങൾ കാണുമ്പോൾ ഓവർ ഭയങ്കര മസാലയായിട്ട് തോന്നുന്നേ ഇല്ലൂ കേട്ടോ, കളറേ ഇല്ലൂ. കാരണം കണക്കായ ആ ഒരു മസാലയും നല്ല ടേസ്റ്റും എല്ലാം നല്ലോണം കിട്ടുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. ഇനി അടുത്ത ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നമുക്ക് കുറച്ച് ടൈം ഒന്ന് ദമ്മിൽ വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ കുറച്ച് നല്ലോണം ദമ്മിൽ വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടി നല്ലോണം റൈസിലേക്ക് പിടിക്കും, മസാലേൻ്റെ ഫ്ലേവർ. അപ്പോൾ നമ്മൾ ചോറിൽ നല്ലോണം ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ചിക്കനും കൂടി ഒന്ന് മേലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് സ്മോക്ക് ചെയ്യുന്നെങ്കിൽ സ്മോക്ക് ചെയ്യുക, ഞാൻ ഇടയ്ക്ക് സ്മോക്ക് ചെയ്യലുണ്ട് കേട്ടോ. ഇപ്പോൾ ഏതായാലും സ്മോക്കൊന്നും ചെയ്യാണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ചിക്കനെല്ലാം വെച്ച് കൊടുത്തിട്ട് മേലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് കുത്തി വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കുത്തി വെക്കാം കേട്ടോ. ഞാനിപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ, കുറച്ച് ചിക്കൻ വേവിക്കുമ്പോൾ ആ ഒരു മസാല ഉണ്ടായിട്ടില്ല, ആ ഒരു ഗ്രേവി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മെയിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ മന്തി ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ നോർമലി ഇപ്പോൾ ഉണ്ടാക്കുന്ന പോലത്തെ ആൾക്കാരാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല മസാല ആയിട്ടില്ല, നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളാ വിലയേറിയ കമൻറ്റുകൾ നമ്മളെ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ അല്ലെങ്കിൽ വ്ളോഗ്സോ അതുപോലെ തന്നെ റെസിപ്പീസെല്ലായിട്ട് വരുന്നത് വരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.